ഗൈസ് വെൽക്കം ടു മൈ ചാനൽ. അപ്പം എന്താണ് നമുക്ക് ചായക്ക് ഒരു കടി ഉണ്ടാക്കിയാൽ ഇവൻ്റെ പേരാണ് വയണയപ്പം. നിങ്ങൾ ചിലയിടത്തൊക്കെ വയസ്സനപ്പം എന്നൊക്കെ പറയലുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം എടുക്കുക, അതിലോട്ട് 2 പിടി തേങ്ങ ഇട്ട് കൊടുക്കുക, ആ മധുരത്തിന് ആവശ്യമുള്ള ശർക്കര വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം അടുപ്പ് വെച്ച് തിളപ്പിക്കുക. തിളച്ച് വരുമ്പോഴത്തേക്ക് ഒരു പിഞ്ച് ഉപ്പും മണത്തിന് വേണ്ടിയിട്ട് ജീരകവും ഏലക്കായും കൂടെ ചതച്ചിട്ട് കൊടുത്ത് നല്ലപോലെ തിളപ്പിക്കുക. തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് എന്താണ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ആ ഗോതമ്പ് പൊടി ആവശ്യത്തിന് ഇട്ട് നല്ലപോലെ കിണ്ടി എടുക്കുക. ശരിക്കും പറഞ്ഞാൽ പരുവെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒറോട്ടിക്കൊക്കെ കിണ്ടൂലേ, അതുപോലെ കിണ്ടി എടുത്ത് മാറ്റി വെക്കാവേ. അതെല്ലാം ആറുമ്പോഴത്തേക്ക് നമുക്കിതിൻ്റെ ഡെക്കറേഷൻ പരിപാടിയിലേക്ക് കിടക്കും. എന്ന് പറഞ്ഞാൽ നമ്മൾ ചട്ടി വെച്ചതിലോട്ട് നെയ്യ് ഇട്ട് കൊടുക്കുക. നെയ്യിൽ ഞാൻ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങ എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് കൊടുക്കാം, നല്ല ടേസ്റ്റ് ആട്ടോ. വേണമെങ്കിൽ പിള്ളേരൊക്കെ ആണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്താണ് ഈന്തപ്പഴമൊക്കെ ഇതിനകത്തിരുന്നത് നല്ലതായിരിക്കും. ഈന്തപ്പഴം, പഴം അതൊക്കെ ഇട്ട് നല്ലപോലെ ഞെവിടാം നമുക്ക് വേണമെങ്കിൽ. അപ്പോൾ ഇതെല്ലാം കൂടെ നല്ല കുഴച്ചിട്ട് നമ്മുടെ മെയിനായിട്ടുള്ള താരമാണ് ദാണ്ട് ഇവനാണ് പച്ച കളറിലിരിക്കുന്ന വയണയില. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് നല്ലപോലെ മൂത്ത് പോകാനും പാടില്ല, ഇളം വയണയിലും പാടില്ല, ഇതിന് ഇടയ്ക്ക് നിൽക്കുന്നൊരു പരുവമാണ്. അപ്പോൾ അതെല്ലാം കൂടെ സെറ്റ് ചെയ്ത് നമ്മുടെ അടുപ്പിലോട്ട് ആവി കയറാൻ വെക്കാവേ. അപ്പം നേരത്തെ വെച്ച് അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 10-15 മിനിറ്റ് അവൻ നിന്ന് ആവി കയറട്ടെ. ആവി കയറി അപ്പോൾ ദാണ്ടറ ഈ മണം ഒരു പ്രത്യേക മണം കേട്ടോ ഈ വയണയിലയുടെ. അപ്പോൾ എൻ്റെ ക്ഷമ കെട്ടുകൊണ്ട് നമ്മൾ ദാണ്ടറ പാത്രത്തിൽ ആ ചൂടോടെ തന്നെ തട്ടിയിടുവാണ്. അതെല്ലാം പറക്കി ദാണ്ടറ മുറ്റത്ത് വന്നിരിപ്പോണ്ട് ചായ കുടിക്കാനായിട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കില്ല. അപ്പോൾ അത്രയുള്ളൂ. ഓക്കെ, ബൈ, ടാറ്റാ.